കൂട്ടുകാരെ നമസ്കാരം. ഇന്നത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുൻപ് ഞാനൊരു ബജ്ജിമുളക് പരിചയപ്പെടുത്തിയില്ല നിങ്ങൾക്ക്. അത് ഇന്ന് ഞങ്ങളെല്ലാം പൊട്ടിച്ച് റെഡിയാക്കി ഇന്ന് ബജ്ജി ഉണ്ടാക്കാൻ പോകും. നമുക്ക് കാണണ്ടേ കൂട്ടുകാരെല്ലാവരും വരും. അപ്പോൾ നമുക്ക് ബജ്ജി ഉണ്ടാക്കാം. എന്തൊക്കെയാണ് വേണ്ടതെന്ന് പരിചയപ്പെടുത്താം. നിങ്ങൾക്ക് അറിയാം, എന്നാലും ഒന്നും കൂടി കാണാം. മാവ് ഉപ്പൊക്കെ ഇട്ടത് കടലമാവ്, ഇത് ഉപ്പ്, കായപ്പൊടി ഇതൊക്കെ ഇട്ട് ലേശം മുളക് പൊടി ഇതെല്ലാം ഇട്ടിട്ട് ഞങ്ങൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. ഇത് നമ്മുടെ താരം എന്താണ് ബജ്ജി മുളക്. അതൊക്കെ ഞങ്ങൾ പീസാക്കി, കുറച്ച് എരിവ് കൂടുതലുണ്ട്. അപ്പോൾ ഇതേ ബജ്ജി മുളക് ഇതൊക്കെ നമ്മൾ പീസാക്കി റെഡിയാക്കി വെച്ചിരിക്കുക. ഇത് വളമൊന്നും ഇടാത്ത എവിടെ തൊട്ട് ഇത് ബജ്ജി മുളക് ഇതൊക്കെ റെഡിയാക്കി വെച്ചിരിക്കും. ഇത് നാടനാണ്. ഇതിനെന്നാൽ നമ്മൾ രാസവളങ്ങളൊന്നും ഇട്ടിട്ടില്ല, അതുകൊണ്ട് കുറച്ച് എരിവ് കൂടുതലുണ്ട്. അപ്പോൾ ഞങ്ങൾ എരിവില്ലാതെ എന്നാലും കുഴപ്പമില്ല, നമുക്ക് ബജ്ജി ഉണ്ടാക്കാം. ചെയ്ത് നോക്കാം, എരിവുണ്ടായാലും അറിയാമല്ലോ. വരൂ നമുക്ക് ഉണ്ടാക്കാം. ശരി, ഇത് നമ്മൾ ഓരോ പീസും കടലമാവിലേക്ക് എടുത്തിടുകയാണ്. നല്ലതുപോലെ മാവൊക്കെ മുളകിലേക്ക് ആവണം, നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഓക്കെ, ശരി. ഇത് മുളകൊക്കെ നമ്മൾ കടലമാവിലിട്ടില്ലേ, ഇത് നല്ലപോലെ മുങ്ങിയിട്ടുണ്ട്. ഇത് നമ്മൾ ഓരോരോ പീസായിട്ട് എടുത്ത് തിളച്ച എണ്ണയിലേക്ക് ഇട്ടിടാം. സൗണ്ട് വെക്കും. കൈ കൊള്ളാൻ നോക്കണം. നമ്മൾ ഗ്യാസിലൊന്നും അല്ല ഉണ്ടാക്കുന്നത്, നോൺ സ്റ്റിക്കിലല്ല, ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് വിറകടുപ്പിൽ. ഒരു പ്രാവശ്യം നമ്മൾ എണ്ണ ഇട്ടതൊക്കെ കോരിയിട്ട് വെന്ത് എടുത്തിട്ടുണ്ട്. ഈ രണ്ടാമത്തെ പ്രാവശ്യമായിട്ട് ഇടുകയാണ്. രണ്ടാമത് മുളകിട്ടില്ലേ, അതൊക്കെ റെഡിയായി വരുന്നു. ഞാനത് കോരി എടുക്കാതെ പിന്നെ നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യണം. നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യം എല്ലാം വെന്ത് കോരി വെച്ചിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ പ്രാവശ്യം നമ്മൾ മാവെല്ലാം മുക്കി എണ്ണയ്ക്ക് അതോട്ടിടുകയാണ്. നമ്മൾ ലാസ്റ്റ് മുളക് ഇട്ടിട്ടുണ്ട്, അത് പാകമായിട്ടുണ്ട്. ഇത് നമ്മൾ എടുക്കുകയാണ്. പാകമായി എടുക്കുകയാണ്. ഓക്കെ, അയ്യോ ഇത് നമ്മൾ ശ്രദ്ധിച്ചില്ല കേട്ടോ, ഒരു പീസും കൂടെ ഉണ്ടായിരുന്നു, അത് ഇട്ടിട്ടുണ്ട് ഞാനിപ്പോൾ. അതുകൂടെ ഒന്ന് പാകമായി. വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കിയത്, അല്ലാതെ വേറെ ഓയിലല്ല, വെളിച്ചെണ്ണയിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ടുള്ള ടേസ്റ്റൊക്കെ ഉണ്ടാവും. ലാസ്റ്റായി കഴിഞ്ഞു, ലാസ്റ്റാണ് ഈ പറയുന്നത്. ഇത് നമ്മൾ കോരിയെടുക്കുകയാണ്. ഇത് ലാസ്റ്റാണ്, നമ്മളെല്ലാം എടുത്ത് മാവ് കുറച്ച് ലാസ്റ്റ് കൂടുതൽ വന്നു. അപ്പോൾ നമ്മൾ ഈ സവോള റൗണ്ടിൽ അരിഞ്ഞിട്ട് ഈ മാവിനകത്തിട്ടിട്ട് സവോള ബജ്ജി ഉണ്ടാക്കും. അങ്ങനെ നോക്കാം, പേര് കണ്ടു നോക്കുക. എല്ലാവരും ഉണ്ടാക്കണം കേട്ടോ, ഉണ്ടാക്കാതിരിക്കും. ഇത് കണ്ടിട്ട് നോക്കട്ടെ അങ്ങനെ ഉണ്ട്. ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇത് ഒരെണ്ണം എടുത്ത് കഴിച്ച് നോക്കിയാൽ ഭയങ്കര എരിവൊക്കെ ഉണ്ട്. കാരണം പറഞ്ഞില്ലേ, വളങ്ങളൊന്നും ഇടാതെ നമ്മൾ ഉണ്ടാക്കിയതായതുകൊണ്ട് കുറച്ച് എരിവുണ്ട്. കുഴപ്പമില്ല, എന്നാലും അഡ്ജസ്റ്റ് ആവും. പിന്നെ ഈ വീഡിയോ എല്ലാവരും കണ്ടിട്ട് ഇതുപോലെ ചെയ്ത് നോക്കണം. നല്ലവരായ എല്ലാ കൂട്ടുകാരും കണ്ടതിനും
താങ്ക്സ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ബജ്ജി റെഡി. ഓക്കെ, താങ്ക് യു. ഇനി ഒരു വീഡിയോ പിന്നീട് കാണാം.